ഇന്ന് ഇവൻ ഇവിടെ വന്നേ കേട്ടോ. ഇവന് പക്ഷേ ഒരു മുതലാളി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവൻ്റെ കഴുത്തിൽ ഒരു ചരടും മണിയൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ അവന് ഫുഡ് കൊടുത്തു, അവനത് കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ വരുമ്പം നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കും. ഡോഗ് ഫുഡായ ബിസ്ക്കറ്റായ ഉള്ളത് കൊടുക്കും. കാരണം ഇവരുടെ പ്രധാന ഒരു പ്രോബ്ലം എന്താ, ഫുഡ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അതുങ്ങൾക്ക് വേറെ എന്ത് പ്രോബ്ലം ഉള്ളൂ. അപ്പം ഞാൻ നോക്കുന്നത് അതുങ്ങളുടെ വയറ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോറായി വീട്ടിൽ വരുന്നവർക്ക് ഡോഗ് ഫുഡല്ല, ചോറുണ്ടെങ്കിൽ കഴിക്കാത്തവർക്ക്, ഡോഗ് ഫുഡ് കഴിക്കാത്തവർക്ക് ഞാൻ ചോറോ കറിയോ എന്താ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പുരട്ടി കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. വന്നിട്ട് അതുങ്ങൾ കാലി വയറോടെ പോകുന്നത് എനിക്ക് സങ്കടമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ചിന്തിക്കുന്നത് അതുങ്ങളുടെ വയറ് നിറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ മെയിൻ. അതുകൊണ്ട് ബിസ്ക്കറ്റായ വണ്ടി പോകുമ്പോഴല്ലേ നമുക്ക് ഡോഗ് ഫുഡ് കൊണ്ടുപോകണം. വീട്ടിലും വെക്കും ഞാൻ. അല്ലാതെ ഇപ്പോൾ ഡോഗ് ഫുഡ് റോഡിൽ കൊടുക്കുമ്പോൾ കഴിക്കാത്തവർക്കാണ് ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. കാരണം എല്ലാവരും കഴിക്കുന്ന ഒരാൾ കഴിക്കാതെ നിൽക്കുമ്പോൾ അതും നമുക്ക് സങ്കടമാണ്. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ അവരുടെ വയറ് നിറയ്ക്കാനുള്ളതേ നോക്കത്തുള്ളൂ. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യമാണ്. അതുങ്ങളുടെ മുഖ്യമായ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് ആഹാരം അല്ലേ.